ഹായ് ഓൾ, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഫോർസം BSc കെമിസ്ട്രിയുടെ PYQs ആണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. 4th സെമസ്റ്ററിൻ്റെ എല്ലാ മൊഡ്യൂൾസിൻ്റെയും PYQ ഡിസ്കഷനായിട്ട് നിങ്ങൾക്ക് യൂണിക് പ്രെപ്പിലേക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. താഴെയുള്ള ലിങ്ക് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ആപ്പിൻ്റെ ഫ്രീ ട്രയൽസ് അവൈലബിൾ ആയിരിക്കും. സോ എല്ലാവരും ആപ്പ് ഡൗൺലോഡ് ചെയ്യുക, വീഡിയോസ് വാച്ച് ചെയ്യുക. ഹായ് ഓൾ, സ്പെക്ട്രോസ്കോപ്പി എന്ന ചാപ്റ്ററിൽ നിന്ന് വന്നിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് ഈ വീഡിയോ കാളിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. സോ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. സോ ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: വാട്ട് ആർ ക്രോമോഫോർസ് ആൻഡ് ഓക്സോക്രോംസ്? അതുപോലെ എക്സ്പ്ലെയിൻ ടേംസ് ക്രോമോഫോർ ആൻഡ് ഓക്സോക്രോംസ്. സോ നമുക്ക് 2 കൊല്ലത്തിൽ 5 മാർക്കിനും 2 മാർക്കിനും വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. സോ എന്താണ് ഓക്സോക്രോമും ക്രോമോഫോറും എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയാണ് ചോദിച്ചിട്ടുള്ളത്. സോ നമുക്ക് നോക്കാം. സോ നമ്മൾ UV വിസിബിൾ സ്പെക്ട്രോസ്കോപ്പിയിലാണ് നമ്മൾ ഓക്സോക്രോമും ക്രോമോഫോർസിനെയും കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. സോ അതിൽ നമ്മുടെ ഇലക്ട്രോണിക് ലെവലിലുള്ള ട്രാൻസിഷനാണ് നമ്മൾ UV വിസിബിൾ സ്പെക്ട്രോസ്കോപ്പിയിൽ ഡീൽ ചെയ്യുന്നത്. സോ അവിടെ ഈ പെർട്ടിക്കുലർ ആയിട്ടുള്ള ഗ്രൂപ്പിൻ്റെ പ്രസൻസ് കൊണ്ടാണ് ഇവിടുത്തെ ഇലക്ട്രോണിക് ട്രാൻസിഷൻ നടക്കുന്നുണ്ടെങ്കിൽ അവരെയാണ് നമ്മൾ ക്രോമോഫോർസ് എന്ന് പറയാം. സോ അവിടുത്തെ ഇലക്ട്രോണിക് ട്രാൻസിഷന് ബേസ് റീസൺ ആയിട്ട് വരുന്ന ഗ്രൂപ്പുകളെയാണ് നമ്മൾ ക്രോമോഫോറിക് ഗ്രൂപ്പ്സ് എന്ന് പറയുന്നത്. സോ അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് അത് പറയുകയാണെങ്കിൽ അതിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ എന്നുള്ള രീതിയിൽ പറയുകയാണെങ്കിൽ, വെൻ എ മോളിക്യൂൾ അബ്സോർബ് UV വിസിബിൾ റേഡിയേഷൻ ഇറ്റ് ഗെറ്റ് പ്രൊമോട്ടഡ് ഫ്രം ഗ്രൗണ്ട് സ്റ്റേറ്റ് to higher energy electronic state. The absorption of radiation in this region is attributed to the presence of certain group of a molecule are called chromophores. അതായത് നമ്മുടെ ഇലക്ട്രോണിക് ട്രാൻസിഷൻ നടത്താൻ അവിടെ പോസിബിൾ ആയിട്ടുള്ള ആ ഇലക്ട്രോണിക് ട്രാൻസിഷൻ നടത്താൻ കാരണമായിട്ടുള്ള മോളിക്യൂളിലെ പെർട്ടിക്കുലർ ഗ്രൂപ്പിനെയാണ് നമ്മൾ ക്രോമോഫോർസ് എന്ന് പറയുന്നത്. സോ ആ ക്രോമോഫോർസിൽ മെയിനായിട്ട് വരുന്ന ഗ്രൂപ്പുകൾ ഇതൊക്കെയാണ്: നൈട്രോ ഗ്രൂപ്പ് വരുന്നുണ്ട്, അസോ ഗ്രൂപ്പ് വരുന്നുണ്ട്, കാർബോണിൽ വരുന്നുണ്ട്, എത്തിലീനിക് ആൻഡ് അസെറ്റീനിക് ഗ്രൂപ്പുകൾ വരുന്നുണ്ട്. ഇവരൊക്കെയാണ് നമ്മളുടെ ഡബിൾ ബോണ്ടഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ നോൺ ബോണ്ടഡ് ഇലക്ട്രോൺസും ഉള്ള ലെവലുകളാണ്. സോ ആ മോളിക്യൂൾസിനെയാണ് നമ്മൾ ക്രോമോഫോർസ് എന്ന് പറയുന്നത്. സോ അതിന് പെർട്ടിക്കുലർ ആയിട്ടുള്ള എക്സാമ്പിൾ നോക്കുവാണെങ്കിൽ NO2 ആണല്ലോ നൈട്രോ ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ NO2 ഗ്രൂപ്പ്. അസോ ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ N ഡബിൾ ബോണ്ട് എന്നുള്ള രീതിയിൽ വരുന്ന ഗ്രൂപ്പുകളാണ്. അതുപോലെ തന്നെ കാർബണിൽ എന്താണ് C ഡബിൾ ബോണ്ട് O എന്നുള്ള ഗ്രൂപ്പാണ്. അതുപോലെ ഈ C ഡബിൾ ബോണ്ട് C എത്തിലീൻ ഗ്രൂപ്പ്, അതുപോലെ അസെറ്റിലീൻ ഗ്രൂപ്പ് എന്താണ് C ട്രിപ്പിൾ ബോണ്ട് C ഗ്രൂപ്പുകളാണ്. സോ ഇവിടെ നോക്കുവാണെങ്കിൽ എന്താണ് ഇവിടെ പൈ ഇലക്ട്രോൺസ് ഇല്ലേ, അതുപോലെ ഇവിടെയും പൈ ഇലക്ട്രോൺസ് ഉണ്ട്. ഇവിടെ എന്താണ് പൈ ലെവലും ഉണ്ട്, നോൺ ബോണ്ടഡ് N ലെവലും ഉണ്ട്. ഇവിടെ എന്താണ് പൈ ലെവലുണ്ട്, അതുപോലെ തന്നെ ഇവിടെ എന്താണ് N ലെവലാണുള്ളത്. സോ ഇവിടെ നൈട്രജൻ്റെ മുകളിൽ ലോൺ പെയർ ഉണ്ട്. സോ ഈ ലോൺ പെയറിൻ്റെ ഇൻവോൾവ്മെൻ്റ് ആണ് ഇവിടുത്തെ ഇലക്ട്രോണിക് ട്രാൻസിഷന് പോസിബിൾ ആവുന്നത്. ഇവിടെ എന്താണ് പൈ ലെവലാണ്. ഇവിടെ എന്താണ് ഓക്സിജൻ്റെ കേസിലും എന്താണ് പൈ നോൺ ബോണ്ടഡ് ഇലക്ട്രോൺസ് ഉണ്ട്, ബാക്കിയുള്ളതിലൊക്കെ പൈ ഇലക്ട്രോൺസും ആണുള്ളത്. സോ ജനറലി ഈ ക്രോമോഫോറിൻ്റെ ഇലക്ട്രോണിക് ട്രാൻസിഷൻ എങ്ങനെയാണ് വരുന്നത്? ഇലക്ട്രോണിക് ട്രാൻസിഷൻ N to pi star ട്രാൻസിഷൻ വരും, അതുപോലെ തന്നെ pi to pi star ട്രാൻസിഷൻ വരാറുണ്ട്. സോ ഈ ഒരു ട്രാൻസിഷനാണ് നമ്മുടെ ക്രോമോഫോർ ഗ്രൂപ്പിൻ്റെ ഇൻഫ്ലുവൻസ് കൊണ്ട് വരുന്നത്. അതായത് ക്രോമോഫോർ ഗ്രൂപ്പ് വരുമ്പോൾ ഈ പൈ ടു പൈ സ്റ്റാർ ട്രാൻസിഷൻസും അല്ലെങ്കിൽ N to pi star ട്രാൻസിഷൻ പോസിബിൾ ആണ്. അതുകൊണ്ട് എന്താണ് അത് UV വിസിബിൾ സ്പെക്ട്രോസ്കോപ്പിയിൽ അതിന് കറസ്പോണ്ടിങ് പീക്കുകൾ കാണിക്കും. സോ ഇതാണ് നമ്മളെ ക്രോമോഫോർസിനെ കുറിച്ച് പറയാനുള്ളത്. ഇനി അതെന്താണ് ഓക്സോക്രോമാണ് പറയാനുള്ളത്. സോ ഓക്സോക്രോം എന്ന് പറയുമ്പോൾ ഇൻഡിവിജ്വലി ഓക്സോക്രോമിക് ഗ്രൂപ്പിന് ഇലക്ട്രോണിക് ട്രാൻസിഷൻസ് പോസിബിൾ അല്ല. പക്ഷേ ഈ ഓക്സോക്രോമിക് ഗ്രൂപ്പ് നമ്മുടെ കോൺജുഗേഷൻ അല്ലെങ്കിൽ ഡബിൾ ബോണ്ടുമായിട്ട് കോൺജുഗേഷനിൽ വരുന്ന സമയത്ത് അവരുടെ ഈ ഡബിൾ ബോണ്ടിൻ്റെ ഈ ക്രോമോഫോറിക് ഗ്രൂപ്പിൻ്റെ ഇലക്ട്രോണിക് അവൈലബിലിറ്റി കൂട്ടാൻ നമ്മുടെ ഈ ഓക്സോക്രോമിക് ഗ്രൂപ്പിന് പറ്റും. സോ അവിടെ എന്താണ് നടക്കുന്നത്? നമ്മുടെ ഓൾറെഡി ക്രോമോഫോറിക് ഗ്രൂപ്പുകൾ ഇലക്ട്രോണിക് ട്രാൻസിഷൻസ് നടത്തുന്നതാണ്. ആ ഇലക്ട്രോണിക് ട്രാൻസിഷൻ നടത്താനുള്ള ഇലക്ട്രോൺസിൻ്റെ അവൈലബിലിറ്റി കൂട്ടുകയാണ് നമ്മുടെ ഓക്സോക്രോംസ് ചെയ്യുന്നത്. സോ പെർട്ടിക്കുലർ ഗ്രൂപ്പുകൾ ഏതൊക്കെയാണ്? നമ്മുടെ OH ഗ്രൂപ്പ്, SH ഗ്രൂപ്പ്, OR, SR, NH2, NHR ആൻഡ് SH ഗ്രൂപ്പുകൾ നമ്മുടെ ഡബിൾ ബോണ്ടിന് കോൺജുഗേറ്റഡ് ആയിട്ട് വരികയാണെങ്കിൽ, സോ ഈ ഗ്രൂപ്പുകൾ എലോൺ ആയിട്ട് നിൽക്കുമ്പോൾ നമ്മുടെ മോളിക്യൂളിന് കളർ ഉണ്ടായിരിക്കില്ല. പക്ഷേ ഇവർ ഇൻ കോൺജുഗേഷൻ വിത്ത് ക്രോമോഫോർസ് എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുള്ള ഇത്രയും ഗ്രൂപ്പുമായിട്ട് കോൺജുഗേഷനിൽ വരികയാണെങ്കിൽ എന്താണ് ഇവർക്ക് ഈ ഇലക്ട്രോൺ അവൈലബിലിറ്റി കൂട്ടാൻ പറ്റും. ഈ ക്രോമോഫോർ ഗ്രൂപ്പിൻ്റെ ഇലക്ട്രോൺ അവൈലബിലിറ്റി കൂട്ടിയിട്ട് അവർക്ക് ഈ ട്രാൻസിഷൻ്റെ ഇൻറ്റൻസിറ്റി കൂട്ടാൻ പറ്റും. സോ ഇൻറ്റൻസിറ്റി കൂട്ടുമ്പോഴെന്താണ് അവരുടെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആ സിഗ്നൽസ് നമുക്ക് കൂട്ടിയിട്ട് സിഗ്നൽ
ചാനൽസ് കൂട്ടുമ്പോൾ അതാണ് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കളർ ചേഞ്ചിൻ്റെ ഇൻറ്റൻസിറ്റി വരും. സോ നമുക്ക് ഈ ക്രോമോഫോഴ്സിൻ്റെ ഇലക്ട്രോണിക് ട്രാൻസിഷൻസിൻ്റെ ഇൻറ്റൻസിറ്റീനെ എൻഹാൻസ് ചെയ്യുന്ന സപ്പോർട്ട് ചെയ്യുന്ന ഗ്രൂപ്പുകളാണ് നമ്മൾ ഓക്സോക്രോംസ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ ദിസ് ഗ്രൂപ്പ് എൻഹാൻസ് ബോത്ത് കളേഴ്സ് ആൻഡ് എക്സ്റ്റിങ്ഷൻ കോഎഫിഷ്യൻറ്റ് നമ്മൾ എപ്സിലോണിനെ കുറിച്ചാണ് പറയുന്നത്. സോ എപ്സിലോണിൻ്റെ വാല്യൂവും കൂട്ടുന്നുണ്ട്, അതുപോലെ നമ്മുടെ കോമ്പൗണ്ടിൻ്റെ കളറിൻ്റെ ഇൻറ്റൻസിറ്റിയും നമ്മുടെ ഓക്സോക്രോം ഗ്രൂപ്പിൻ്റെ പ്രസൻസ് കൊണ്ട് കൂടുന്നുണ്ട്. സോ ഇത്രയാണ് നമ്മളുടെ ഓക്സോക്രോമിൻ്റെയും ക്രോമോഫോഴ്സിൻ്റെയും കമ്പാരിസൺ വരുന്നത്. അവിടെ നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്തിരിക്കേണ്ട ഒരു കാര്യം ഇതാണ്, ഈ ഗ്രൂപ്പുകൾ ഏതൊക്കെ ഗ്രൂപ്പുകളാണ് നമ്മളുടെ ഡബിൾ ബോണ്ടുമായിട്ട് അല്ലെങ്കിൽ ക്രോമോഫോഴ്സായിട്ട് കോൺജുഗേഷൻ വന്നാൽ അവിടെ വരുന്നതെന്ന്. ഓക്സോക്രോമിൻ്റെ പെർട്ടിക്കുലർ ആയിട്ടുള്ള എക്സാമ്പിൾസ്, അതുപോലെ ക്രോമോഫോഴ്സിൻ്റെ പെർട്ടിക്കുലർ ആയിട്ടുള്ള എക്സാമ്പിളും നിങ്ങൾ ഓർത്തു വയ്ക്കണം. അതുപോലെ അവിടെ ഇൻവോൾവ് ആവുന്ന ഇലക്ട്രോണിക് ട്രാൻസിഷനും ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്തു വയ്ക്കണം. ക്ലിയർ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ ഇതാണ്, ബ്രീഫ്ലി എക്സ്പ്ലെയിൻ UV വിസിബിൾ സ്പെക്ട്രോസ്കോപ്പി. നമ്മൾ UV വിസിബിൾ സ്പെക്ട്രോസ്കോപ്പിനെ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് ചോദിച്ചിട്ടുള്ളത്. 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. സോ നമുക്കതിൻ്റെ എല്ലാ ഇലക്ട്രോണിക് ട്രാൻസിഷനും അവിടെ ഇൻവോൾവ് ആവുന്ന ബേസിക് പ്രിൻസിപ്പിളുമാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. സോ നമുക്ക് നോക്കാം. UV വിസിബിൾ സ്പെക്ട്രോസ്കോപ്പി എന്ന് പറയുമ്പോൾ എന്താണ്, അവിടെ ഇലക്ട്രോണിക് ലെവലുകൾ തമ്മിലുള്ള ട്രാൻസിഷൻസ് ആണ് അവിടെ നടക്കുന്നത്. സോ അവിടെ അതിൽ അഡ്സോർപ്ഷൻ ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ ഇൻ UV റേഞ്ച് ആണ് നടക്കുന്നത്. സോ UV റേഞ്ചിൽ എന്താണ് 200 to 400 നാനോമീറ്റർ ആണ്. അതുപോലെ എന്താണ് വിസിബിൾ റീജിയൻ ആയിട്ടുള്ള 400 to 800 റീജിയനിലുള്ള, സോ ഈ റീജിയൻ കമ്പയർഡ് ആയിട്ടുള്ള ഈ റീജിയനിലുള്ള ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷനാണ് അവിടെ അബ്സോർബ് ചെയ്യുന്നത്. സോ ഈ മോളിക്യൂൾസ് അബ്സോർബ് ചെയ്തിട്ട് അവിടെ നിന്ന് ട്രാൻസിഷൻ നടത്തുന്ന എവിടേക്കാണ്, ഇലക്ട്രോണിക് ലെവലിൽ തമ്മിലുള്ള ട്രാൻസിഷൻസ് ആണ് നമ്മുടെ UV വിസിബിൾ സ്പെക്ട്രോസ്കോപ്പിയിൽ നമ്മൾ അനലൈസ് ചെയ്യുന്നത്. സോ അവിടെ എന്താണ്, so since absorption radiation in 200 to 800 region, the molecule is transition between electronic energy levels of molecule. അതുകൊണ്ട് തന്നെ എന്താണ് ഇതിനെ UV വിസിബിൾ സ്പെക്ട്രോസ്കോപ്പി എന്നാണ് പറയുന്നത്. ഇവിടെ യൂസ് ആവുന്ന റേഡിയേഷൻ വരുന്ന ഏതാണ്, UV റീജിയനും വിസിബിൾ റീജിയനും ആണ്. അതുപോലെ ഇവിടെ ഇൻവോൾവ് ആവുന്ന ഇലക്ട്രോണിക് ലെവലുകളാണ്. സോ നമ്മളുടെ IR ലെവൽ എന്താണ്, വൈബ്രേഷൻ ലെവലുകൾ തമ്മിലുള്ള ട്രാൻസിഷനാണ്. അതുപോലെ റൊട്ടേഷൻ സ്പെക്ട്രോസ്കോപ്പിയിൽ എന്താണ്, നമ്മളുടെ റൊട്ടേഷൻ ലെവലുകൾ തമ്മിലുള്ള ട്രാൻസിഷനാണ് നടക്കുന്നത്. പക്ഷേ ഇവിടെ UV വിസിബിൾ എന്താണ്, ഇലക്ട്രോണിക് ലെവലിലുള്ള ട്രാൻസിഷനാണ് നടക്കുന്നത്. ഓക്കെ, അതുപോലെ തന്നെ എന്താണ്, ഈ ഇലക്ട്രോണിക് ലെവലിലുള്ള ട്രാൻസിഷൻ നടക്കുന്നതുകൊണ്ട് ഇതിനെ ഇലക്ട്രോണിക് സ്പെക്ട്രോസ്കോപ്പി എന്ന് കൂടി നമ്മൾ പറയാറുണ്ട്. ഓക്കെ, അതുപോലെ നമ്മുടെ ഈ ട്രാൻസിഷൻ നടക്കുന്നതെന്ന് പറഞ്ഞല്ലോ. സോ ഇവിടെ ട്രാൻസിഷൻ നടക്കുന്നത് ലോവസ്റ്റ് അൺഒക്യുപ്പൈഡ് ലെവലിലേക്ക് ഹയസ്റ്റ് ഒക്യുപ്പൈഡ് മോളിക്കുലാർ ലെവലിൽ നിന്നുള്ള ഇലക്ട്രോൺസിൻ്റെ ട്രാൻസിഷനാണ്. സോ ഇവിടെ 2 ഇലക്ട്രോണിക് ലെവലുകൾ ഉണ്ടായിരിക്കും. അതായത് ഇപ്പോൾ നമ്മൾ ഗ്രൗണ്ട് സ്റ്റേറ്റ്, എക്സൈറ്റഡ് സ്റ്റേറ്റ് എന്നുള്ള പറയുന്ന പോലെ തന്നെ ഇവിടെ നമുക്ക് പറയുന്നത് ഹോമോ ആൻഡ് ല്യൂമോ ആണ്. ഹോമോ ആൻഡ് ല്യൂമോ. സോ ഹോമോ എന്ന് പറയുമ്പോൾ എന്താണ്, ഹയസ്റ്റ് ഒക്യുപ്പൈഡ് മോളിക്കുലാർ ഓർബിറ്റലിൽ നിന്ന് ലോവസ്റ്റ് അൺഒക്യുപ്പൈഡ് മോളിക്കുലാർ ഓർബിറ്റലിലേക്കാണ് ഇവിടുത്തെ ഇലക്ട്രോണിൻ്റെ ട്രാൻസിഷൻ വരുന്നത്. ഓക്കെ, സോ ഇവിടെ നമുക്ക് മോളിക്കുലാർ ഓർബിറ്റലിൻ്റെ അറേഞ്ച്മെൻറ്റിനനുസരിച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഇലക്ട്രോണിക് ട്രാൻസിഷൻസ് പോസിബിൾ ആണ്. സോ നമ്മളൊരു മോളിക്യൂളിൽ കൺസിഡർ ചെയ്യുമ്പോൾ അവിടെ എന്തൊക്കെ ബോണ്ടിങ്സ് ഉണ്ടായിരിക്കും, അവിടെ നമുക്ക് സിഗ്മ ബോണ്ട് ഉണ്ടായിരിക്കും, പൈ ബോണ്ട് ഉണ്ടായിരിക്കും, നോൺ ബോണ്ടഡ് അല്ലെങ്കിൽ ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ് ഉണ്ടായിരിക്കും. അതിൻ്റെയൊക്കെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള സിഗ്മ സ്റ്റാറും പൈ സ്റ്റാറിൽ ആൻറ്റി ബോണ്ടിങ് ലെവലുകളും ഉണ്ടായിരിക്കും. സോ നമ്മുടെ മോളിക്യൂളിൽ എവിടെയാണോ ഇലക്ട്രോൺസ് ഉള്ളത് ആ ഇലക്ട്രോൺസിലേക്ക് ഹയസ്റ്റ് ഒക്യുപ്പൈഡ് മോളിക്കുലർ ഓർബിറ്റിലേക്ക് നമ്മുടെ UV വിസിബിൾ സ്പെക്ട്രോസ്കോപ്പിയിൽ UV വിസിബിൾ ആയിട്ടുള്ള ലൈറ്റ് ഇൻട്രാക്ട് ചെയ്യുമ്പോൾ അത് അബ്സോർബ് ചെയ്തിട്ട് നമ്മുടെ ഇലക്ട്രോൺസ് ട്രാൻസിഷൻ നടത്തും. സോ അവിടെ അവൈലബിൾ ആയിട്ടുള്ള ട്രാൻസിഷൻസ് ആണ് ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. സോ നമ്മുടെ മോളിക്യൂളിൽ അലൗഡ് ആയിട്ടുള്ള ട്രാൻസിഷൻസ് ആണ് ഇവിടെ ഉള്ളത്. സോ അലൗഡ് ആയിട്ടുള്ള ട്രാൻസിഷനിൽ ആദ്യമുള്ള എന്താണ്, സിഗ്മ ടു സിഗ്മ സ്റ്റാർ ഉള്ള ഒരു ട്രാൻസിഷൻ ഉണ്ട്, ഹയസ്റ്റ് എനർജി ആവശ്യമുള്ള ഒരു ട്രാൻസിഷനാണ്. പിന്നെ വരുന്നതാണ് നോൺ ബോണ്ടിങ് ടു പൈ സിഗ്മ സ്റ്റാർ ട്രാൻസിഷൻ ഉണ്ട്, അതുപോലെ പൈ ടു പൈ സ്റ്റാർ ട്രാൻസിഷൻ ഉണ്ട്, അതുപോലെ N ടു പൈ സ്റ്റാർ ട്രാൻസിഷൻ ഉണ്ട്. സോ ഇത്രയാണ് നമ്മളുടെ മോളിക്യൂളിൽ അലൗഡ് ആയിട്ടുള്ള ട്രാൻസിഷൻ. ബാക്കിയുള്ളതൊക്കെ എന്താണ്, ഫോർബിഡൻ ട്രാൻസിഷൻസ് ആണ്. സോ നമ്മുടെ ഒരു മോളിക്യൂളിൽ നോർമലി അവൈലബിൾ ആയിട്ടുള്ള ട്രാൻസിഷൻസ് ഒക്കെ അലൗഡ് ട്രാൻസിഷൻസ് ആണ്. ഇതൊക്കെ ക്വാണ്ടം മെക്കാനിക്കലി അലൗഡ് ആയിട്ടുള്ള ട്രാൻസിഷൻസ് കൂടിയാണ്. സോ നമ്മുടെ മോളിക്യൂളിൽ എപ്പോഴും ഹോമോ ടു ലൂമോ ട്രാൻസിഷൻസ് ആണ് ഉണ്ടാവുക.
സോ ഇവിടെ ഒക്യുപ്പൈഡ് ആയിട്ടുള്ള ലെവലിലാണ് ഇലക്ട്രോൺസ് ഉള്ളതെന്നുണ്ടെങ്കിൽ അതിൻ്റെ അൺഒക്യുപ്പൈഡ് ആയിട്ടുള്ള ഹയസ്റ്റ് ലെവലിലേക്കാണ് എപ്പോഴും ട്രാൻസിഷൻ നടത്തുക. സോ അതുപോലെ തന്നെ ഇവിടുത്തെ ഓരോ ഓർബിറ്റൽ ലെവലിലും ഇവിടെ അവൈലബിൾ ആയിട്ടുള്ള ലെവലുകൾ ഇതൊക്കെയാണ്. നേരത്തെ ഡിസ്കസ് ചെയ്തു. സിഗ്മ ഉണ്ട്, പൈ ഉണ്ട്, എൻ ഉണ്ട്, പൈ സ്റ്റാർ ഉണ്ട്, സിഗ്മ സ്റ്റാർ ഉണ്ട്. സോ ഇവിടെ നിന്ന് ഇലക്ട്രോണിൻ്റെ ട്രാൻസിഷൻസ് പോസിബിൾ ആണ്. സോ ആ ഇലക്ട്രോണിക് ട്രാൻസിഷൻസിനനുസരിച്ചാണ് നമ്മുടെ മോളിക്യൂള് ട്രാൻസിഷൻ നടത്തുക. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്പെക്ട്ര നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റും. അതിൽ തന്നെ ഇവിടുത്തെ എനർജി ട്രാൻസ്ഫോർമേഷൻസ് നോക്കൂ. ഇവിടെ ഇലക്ട്രോണിൻ്റെ ട്രാൻസിഷൻ്റെ അനുസരിച്ച് നമുക്ക് ലോവർ എനർജി ടു ഹൈ എനർജി ട്രാൻസിഷൻസ് ഉണ്ട്. സോ നമ്മുടെ UV വിസിബിൾ സ്പെക്ട്രോസ്കോപ്പിയിൽ ഇവിടെ മെയിനായിട്ട് ഉണ്ടാവുന്ന ഇലക്ട്രോണിക് ട്രാൻസിഷൻസ് ആണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. സോ നമുക്കിവിടെ മോളിക്യൂളിൽ തന്നെ എന്താണ് ഇത്രയും ട്രാൻസിഷൻസ് പോസിബിൾ ആണ്. സോ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എനർജീസും അബ്സോർബ് ചെയ്യുന്നുണ്ട്, അതിൽ നിന്ന് ട്രാൻസ്മിറ്റ് ചെയ്യുന്നുണ്ട്. സോ നമുക്കിവിടെ അബ്സോർപ്ഷനും ട്രാൻസ്മിഷനും നമുക്ക് ഈസി ആയിട്ട് ഒബ്സോർബ് ചെയ്യാൻ പറ്റും. സോ ഇൻസ്ട്രുമെൻ്റലി നമ്മുടെ അബ്സോർപ്ഷനും അതിൽ നിന്ന് ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ഇൻറ്റൻസിറ്റിയിലെ ഡിഫറൻസും അനലൈസ് ചെയ്താൽ നമുക്ക് ആ മോളിക്യൂളിൻ്റെ ഏത് ട്രാൻസിഷനാണ് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുള്ള ഏത് ട്രാൻസിഷനാണ് അവിടെ നടത്തുന്നത് നമുക്ക് ഈസി ആയിട്ട് അനലൈസ് ചെയ്യാൻ പറ്റും. അതാണ് അവിടുത്തെ UV വിസിബിൾ സ്പെക്ട്രോസ്കോപ്പിയിൽ അവിടെ മെയിനായിട്ട് നടത്തുന്നത്. സോ ഇത്രയാണ് നമ്മുടെ UV വിസിബിൾ സ്പെക്ട്രോസ്കോപ്പിയിൽ അവിടെ ബേസ് ആയിട്ട് നടക്കുന്നത്. അവിടെ മെയിനായിട്ട് നടക്കുന്നത് എന്താണ്? ഇലക്ട്രോണിക് ട്രാൻസിഷൻസ് ആണ്. സോ അവിടെ അവൈലബിൾ ആയിട്ടുള്ള ഹോമോയിൽ നിന്ന് ല്യൂമോയിലേക്കാണ് ട്രാൻസിഷൻ നടത്തുന്നത്. സോ അവിടെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഹോമോ ല്യൂവോ ലെവലുകൾ വരാൻ ചാൻസ് ഉണ്ട് ഡിപ്പെൻഡിങ് അപ്പോൺ ദ മോളിക്യൂൾ. അത് ഏത് മോളിക്യൂളിലാണ്, ഏത് സിസ്റ്റമാണ്, അവിടെ പൈ സിസ്റ്റം ആണോ, നോൺ ബോണ്ടഡ് സിസ്റ്റം ആണോ, സിഗ്മ സിസ്റ്റം ആണോ അനുസരിച്ച് അവിടുത്തെ ഹോമോ ലെവൽ മാറും, അതിനനുസരിച്ച് ല്യൂമോ ലെവലും മാറും. സോ ഹോമോ ല്യൂമോ ലെവലിലുള്ള എനർജി ഡിഫറൻസിനനുസരിച്ച് അവിടെ അബ്സോർബ് ചെയ്യുന്ന വേവ് ലെങ്ത്തിലും വ്യത്യാസം വരും. സോ വേവ് ലെങ്ത്തിൻ്റെ ഇക്വേഷൻ ഇങ്ങനെയല്ലേ വരുന്നത്? ഈസ് ഈക്വൽ ടു hν അല്ലേ? സോ ഇവിടെ ΔE ആണ് നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഈ വാല്യൂസൊക്കെ ΔE ആണ്. സോ ഈ ΔE കൂടുകയും കുറയുകയും ചെയ്യുന്നതനുസരിച്ച് നമ്മുടെ hν ലാംഡയുടെ വ്യത്യാസവും ഉണ്ടാവില്ലേ? എനർജി മാറുന്നതനുസരിച്ച് അവിടെ അവൈലബിൾ ആയിട്ടുള്ള അവിടെ യൂസ് ആവുന്ന ലാംഡയ്ക്കും വ്യത്യാസമുണ്ട്. അതിനനുസരിച്ച് എനർജി ഡിഫറൻസും വ്യത്യാസം ഉണ്ടായിരിക്കും. സോ ആ എനർജി ഗ്യാപ്പിനനുസരിച്ച് ലാംഡ മാറും. സോ ആ ലാംഡയ്ക്ക് അനുസരിച്ചുള്ള ലൈറ്റ് മാത്രമേ നമ്മുടെ UV വിസിബിൾ റീജിയനിൽ നിന്ന് അബ്സോർബ് ചെയ്യുന്നുള്ളൂ. സോ ആ അബ്സോർബ് ചെയ്യുന്നതിന് അനുസരിച്ചുള്ള കറസ്പോണ്ടിങ് ആയുള്ള ട്രാൻസിഷനും അവിടെ നടക്കുന്നുണ്ടായിരിക്കും. സോ അവിടെ ഏത് റീജിയനാണോ അബ്സോർബ് ചെയ്യുന്നത് നമുക്ക് ഇൻസ്ട്രുമെൻ്റലി അനലൈസ് ചെയ്യാൻ പറ്റും. അങ്ങനെയാണ് നമ്മൾ UV വിസിബിളിൽ നമ്മളുടെ റിസൾട്ട് ജനറേറ്റ് ചെയ്യുന്നത്. ക്ലിയർ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്: ഡിസ്കസ് ദ പ്രിൻസിപ്പിൾ ഓഫ് NMR സ്പെക്ട്രോസ്കോപ്പി, ഡ്രോ NMR സ്പെക്ട്രം ഓഫ് എത്തനോൾ ആൻഡ് എക്സ്പ്ലെയിൻ. അതുപോലെ വേറൊരു ഇയറിൽ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്: ഹൗ വിൽ യു ഡിഫറൻഷിയേറ്റ് 2 ഐസോമേഴ്സ് ഓഫ് C2H6O യൂസിങ് NMR സ്പെക്ട്രോസ്കോപ്പി. സോ ഇത് ബേസിക്കലി NMR സ്പെക്ട്രോസ്കോപ്പിയെ കുറിച്ചാണ് ചോദിച്ചിട്ടുള്ളത്. ഒരു essay സെക്ഷനിൽ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. സോ നമുക്ക് നോക്കാം. സോ ഇവിടെ NMR സ്പെക്ട്രോസ്കോപ്പി എന്താണ്? ന്യൂക്ലിയോ മാഗ്നറ്റിക് റെസണൻസ് ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതായത് ന്യൂക്ലിയസിൻ്റെ ട്രാൻസിഷൻസ് ആണ് അവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ ന്യൂക്ലിയർ ലെവലുകൾ തമ്മിലുള്ള ട്രാൻസിഷൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ അതിൽ തന്നെ ന്യൂക്ലിയർ വിത്ത് ഓഡ് നമ്പർ ഓർ ആറ്റമിക് നമ്പർ ഹാവ് പ്രോപ്പർട്ടി കോൾഡ് സ്പിൻ. അവിടെ ഹാഫ് സ്പിന്നും അത് പ്ലസ് സ്പിന്നുകൾ ഉണ്ടായിരിക്കും. സോ ഹാഫ് സ്പിന്നുള്ള ന്യൂക്ലിയസ് ആണെങ്കിൽ അവിടെ ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്ലസ് ഹാഫ് മൈനസ് ഹാഫ് എന്നുള്ള രീതിയിൽ അറേഞ്ച്മെൻറ്റ് ഉണ്ടായിരിക്കും. അവർ തമ്മിലുള്ള ആ ഒരു ട്രാൻസിഷൻ മൈനസ് ഹാഫിൽ നിന്നും പ്ലസ് ഹാഫിലേക്കുള്ള ആ ട്രാൻസിഷനാണല്ലോ നമ്മുടെ സ്പിൻ ട്രാൻസിഷൻ എന്ന് പറയുന്നത്. സോ അവിടെ ഈ മാഗ്നറ്റിക് മൊമെൻറ്റും കൂടി അവിടെ ഇൻഫ്ലുവൻസഡ് ആവുന്നുണ്ട്. അതുപോലെ ഈ ന്യൂക്ലിയസ് നമ്മളൊരു എക്സ്റ്റേണൽ ഫീൽഡിലേക്ക് പ്ലേസ് ചെയ്യുകയാണെങ്കിൽ ദി സ്പിൻ ഓഫ് ന്യൂക്ലിയർ അലൈൻ വിത്ത് എയ്തർ വിത്ത് ഓർ അഗെയിൻസ്റ്റ് വിത്ത് നമ്മളെ ഫീൽഡ് ആൻഡ് ക്രിയേറ്റിംഗ് ഒരു സെപ്പറേഷൻ. അതായത് നമ്മൾ ഈ ഹാഫ് സ്പിന്നിലുള്ള ന്യൂക്ലിയസിനെ നമ്മളൊരു ഇലക്ട്രോ മാഗ്നറ്റിക് അല്ലെങ്കിൽ എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡിലേക്ക് പ്ലേസ് ചെയ്യുകയാണെങ്കിൽ അവിടുത്തെ ന്യൂക്ലിയർ ലെവലുകൾ നമ്മൾ സെപ്പറേറ്റ് ആവും. സോ ന്യൂക്ലിയർ ലെവൽ സെപ്പറേറ്റ് ചെയ്യുമ്പോൾ അതിലേക്ക് നമ്മളിനി ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ നമ്മൾ കൊടുക്കുകയാണെങ്കിൽ, റേഡിയോ ഫ്രീക്വൻസി കൊടുക്കുകയാണെങ്കിൽ അവർക്ക് റെസണേറ്റ് ചെയ്യാൻ പറ്റും. സോ അവർ ഈ രണ്ട് ലെവലായിട്ട് സെപ്പറേറ്റ് ചെയ്ത് നിന്ന് ട്രാൻസിഷൻസ് പോസിബിൾ ആണ്. സോ ഈ ട്രാൻസിഷൻസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫ്രീക്വൻസി നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റും. സോ നമുക്കിവിടെ സാമ്പിളിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഈ റെസണൻസ് ചെയ്തല്ലോ, അതായത് നമ്മൾ ഓൾറെഡി എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡിൽ നമ്മൾ നോക്കുമ്പോൾ ന്യൂക്ലിയർ ലെവലുകൾ സെപ്പറേറ്റഡ് ആയിട്ടാണ്. സോ ന്യൂക്ലിയർ ലെവലുകൾ തമ്മിലുള്ള ഈ റെസണൻസ് അവിടെ പോസിബിൾ ആണ്. സോ അതെന്താണ്? റേഡിയേഷൻ അപ്ലൈ ചെയ്യുമ്പോൾ എന്താണ്? ന്യൂക്ലിയർ അബ്സോർബ് എനർജി ആൻഡ് ട്രാൻസ്മിറ്റ് ലോവർ എനർജി ലെവൽ ടു ഹയർ എനർജി ലെവൽ. അത്
ഓൾറെഡി നമ്മൾ മാഗ്നറ്റിക് ഫീൽഡിൽ വെച്ചപ്പോൾ അവിടുത്തെ എനർജി ലെവലുകൾ സെപ്പറേറ്റ് ആയി. അതിലേക്ക് നമ്മൾ ഈ റേഡിയോ ഫ്രീക്വൻസി കൊടുത്തു. സോ റേഡിയോ ഫ്രീക്വൻസിയും ഈ എനർജി ലെവലും തമ്മിലുള്ള എനർജി ഗ്യാപ്പുകൾ റെസണൻസിൽ വരുമ്പോൾ എന്താണ്, ലോവർ എനർജി ലെവലിൽ നിന്ന് ഹയർ എനർജി ലെവലിലേക്ക് നമ്മുടെ ന്യൂക്ലിയസിന് ട്രാൻസിഷൻസ് പോസിബിൾ ആണ്. സോ ദിസ് അഡ്സോർപ്ഷൻ ഓക്കർ അറ്റ് എ സ്പെസിഫിക് ഫ്രീക്വൻസി വിച്ച് ഈസ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദ ന്യൂക്ലിയസ് ആൻഡ് ദ എൻവയൺമെൻറ്റ്. അതായത് ഈ ട്രാൻസിഷൻസ് നടക്കണമെങ്കിൽ അവിടെ പെർട്ടിക്കുലർ ആയിട്ടുള്ള ഫ്രീക്വൻസി അബ്സോർബ് ചെയ്യണം. സോ ആ പെർട്ടിക്കുലർ ഫ്രീക്വൻസിയും അതുപോലെ നമ്മളെ ന്യൂക്ലിയസ് ഉണ്ടാകുന്ന കെമിക്കൽ എൻവയൺമെൻറ്റും ഡിഫറൻ്റ് ആയിരിക്കും ഓരോ ന്യൂക്ലിയസിൻ്റെയും ട്രാൻസിഷൻ. സോ നമ്മളുടെ ഓരോ പ്രോട്ടോണും പെർട്ടിക്കുലർ ആയിട്ടുള്ള ഫ്രീക്വൻസിയിൽ മാത്രമേ റെസനേറ്റ് ചെയ്യുന്നുള്ളൂ. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേറൊരു കാര്യം എന്താണ്, കെമിക്കൽ ഷിഫ്റ്റാണ്. സോ ഞാൻ പറഞ്ഞു നമ്മൾ ഓരോ പ്രോട്ടോൺസും റെസനേറ്റ് ചെയ്യുന്ന ഫ്രീക്വൻസി ഡിഫറൻ്റ് ആണ് അതിൻ്റെ കെമിക്കൽ എൻവയൺമെൻറ്റിനനുസരിച്ച്. സോ നമ്മൾ റിലേറ്റീവായിട്ട് ഒരു പ്രോട്ടോണിൻ്റെ കെമിക്കൽ ഒരു റെസനേറ്റ് ചെയ്യുന്ന വാല്യൂ നമ്മൾ വേറെ വേറെ മോളിക്യൂളിലുള്ള ഓരോ പ്രോട്ടോണും റെസനേറ്റ് ചെയ്യുന്ന ഫ്രീക്വൻസിയും തമ്മിലുള്ള ഒരു ഡിഫറൻസ് ആണ് നമ്മളെ കെമിക്കൽ ഷിഫ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ നമുക്കത് ആ ഒരു ഡിഫറൻസ് കൊണ്ട് ഏത് ടൈപ്പ് പ്രോട്ടോൺ ആണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ദ എക്സ്റ്റെൻറ്റ് ഓഫ് റെസണൻസ് ഫ്രീക്വൻസി ഓഫ് എ ന്യൂക്ലിയസ് ഡിപ്പെൻഡ്സ് ഓൺ ദ ഇലക്ട്രോണിക് എൻവയൺമെൻറ്റ്. അതായത് ഓരോ ഇലക്ട്രോണിക് ലെവലിൽ എൻവയൺമെൻറ്റിൽ നിൽക്കുന്ന പ്രോട്ടോൺസിന് ഡിഫറൻ്റ് ആയിട്ടുള്ള എൻവയൺമെൻറ്റ് ആയിരിക്കും. ഇലക്ട്രോൺ ഷീൽഡ് ന്യൂക്ലിയെ ഫ്രം മാഗ്നറ്റിക് ഫീൽഡ്. അതായത് സോ നമ്മളിപ്പോൾ ഒരു ന്യൂക്ലിയസ് ഉണ്ടല്ലോ, സോ ന്യൂക്ലിയസും ഈ വരുന്ന ഇലക്ട്രിക് ഫീൽഡും തമ്മിൽ ഇൻട്രാക്ഷൻസ് ഉണ്ടായിരിക്കും. സോ നമ്മൾ യൂസ് ചെയ്യുന്ന ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോൺസിൻ്റെ അവൈലബിലിറ്റി കൂടുതലാണെങ്കിൽ എന്താണ്, ഈ എക്സ്റ്റേണലായിട്ട് വരുന്ന ഇലക്ട്രിക് ഫീൽഡും നമ്മുടെ നമ്മുടെ ന്യൂക്ലിയസിൻ്റെ ചുറ്റുമുള്ള ഇലക്ട്രോണും തമ്മിലുള്ള ഇൻട്രാക്ഷൻസ് കൂടുതലാകുമ്പോൾ അവിടെ ഷീൽഡ് നടക്കും. സോ നമ്മൾ ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോൺസിൻ്റെ അവൈലബിലിറ്റി കുറവാണെങ്കിൽ ഈ അപ്ലൈ ചെയ്യുന്ന നമ്മുടെ ഇലക്ട്രിക് ഫീൽഡ് ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ പ്രോട്ടോണിന് കിട്ടും. അതിന് ചുറ്റും ഇലക്ട്രോൺസ് കൂടുതലാണെങ്കിൽ എന്താണ്, അത് ആ കൊടുക്കുന്ന ഫീൽഡ് നമ്മുടെ ന്യൂക്ലിയസിന് കിട്ടില്ല. സോ അതുകൊണ്ട് തന്നെ എന്താണ്, കോസിങ് വേരിയേഷൻ ഇൻ ദ റെസനേറ്റിംഗ് ഫ്രീക്വൻസി. ദിസ് ഈസ് മെഷേർഡ് ആസ് കെമിക്കൽ ഷിഫ്റ്റ് പാർട്ട് പെർ മില്യൺ. അതായത് നമ്മളുടെ ന്യൂക്ലിയസിന് ചുറ്റും എത്ര ഇലക്ട്രോൺസ് ഉണ്ടോ അതിനനുസരിച്ച് അതിൻ്റെ എക്സ്റ്റേണൽ ഫീൽഡിൽ നിന്ന് വരുന്ന ഇലക്ട്രിക് ഫീൽഡിൻ്റെ അവൈലബിലിറ്റിയും അത് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫീൽഡും ഡിഫറെൻ്റ് ആണ്. സോ ഈ ഒരു എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫീൽഡിനെ കമ്പാരിറ്റീവായിട്ട് എഴുതിയിരിക്കുന്നതാണ് നമ്മുടെ കെമിക്കൽ ഷിഫ്റ്റ് വാല്യൂ എന്നുള്ളത്. അതുപോലെ സോ ഇത്രയാണ് നമ്മുടെ NMRൻ്റെ ബേസിക് പ്രിൻസിപ്പിൾ വരുന്നത്. സോ ഈ ബേസിക് പ്രിൻസിപ്പിളും അതുപോലെ തന്നെ അവിടെ സ്പിൻ കപ്ലിംഗ് എന്നുള്ള ഒരു കൺസെപ്റ്റും കൂടിയുണ്ട്. അതുപോലെ ഇക്വലൻറ്റ് പ്രോട്ടോൺസ് എന്നുള്ള കൺസെപ്റ്റും നമ്മളുടെ CH3 എന്നുള്ള എത്തനോൾ CH3 CH2OH. സോ അതിൽ എത്ര ഇക്വലൻറ്റ് പ്രോട്ടോൺസ് ഉണ്ടായിരിക്കും എന്നാണ് നമ്മൾ ആദ്യം കൗണ്ട് ചെയ്യേണ്ടത്. സോ അതിൽ CH3 CH2OH അല്ലേ. സോ ഇവിടെ 2 കാർബൺ ഉണ്ട്, ആ കാർബണിന് ചുറ്റും എന്താണ് 6 ഹൈഡ്രജൻസും ഉണ്ട്. സോ ഇവിടുത്തെ കെമിക്കൽ എൻവയൺമെൻറ്റ് നമുക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യാൻ പറ്റും, ഈ OH ഗ്രൂപ്പിന് അടുത്തുള്ള കാർബൺ അല്ലേ ഇത്. അപ്പോൾ ഈ OHൻ്റെ ഇൻഫ്ലുവൻസ് ഈ കാർബണിന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ എന്താണ്, ഈ ഹൈഡ്രജൻസ് ഡിഫറെൻ്റ് ആണ്. അതുപോലെ ഈ കാർബണിൻ്റെ അടുത്ത് എന്താണ്, ഒരു CH3 ആണ്, OH ആണ്. സോ ഈ CH3 ഗ്രൂപ്പ് ഡയറക്റ്റ്ലി ഈ OH ഗ്രൂപ്പ് ആയിട്ട് ലിങ്ക്ഡ് അല്ലല്ലോ. സോ ഈ CH3 ഗ്രൂപ്പ് ഡിഫറെൻ്റ് ആയിട്ടുള്ള എൻവയൺമെൻറ്റിലാണ്. ഈ ഹൈഡ്രജൻസ് ഡിഫറെൻ്റ് എൻവയൺമെൻ്റ് ആണ്, ഇതും ഡിഫറെൻ്റ് എൻവയൺമെൻ്റ് ആണ്. സോ സിമിലർ ആയിട്ടുള്ള എൻവയൺമെൻറ്റിലുള്ള ഹൈഡ്രജൻസിനെയാണ് നമ്മൾ ഇക്വലൻറ്റ് പ്രോട്ടോൺസ് എന്ന് പറയാം. സോ ഇവിടുത്തെ കേസിൽ നോക്കൂ, ഇവിടുത്തെ കേസിൽ ഈ പ്രോട്ടോൺ ഡിഫറെൻ്റ് ആണ്, ഈ പ്രോട്ടോൺസ് ഡിഫറെൻ്റ് ആണ്, ഈ പ്രോട്ടോൺസ് ഡിഫറെൻ്റ് ആണ്. സോ എത്ര ഇക്വലൻ്റ് ആയിട്ടുള്ള പ്രോട്ടോൺസ് ഉണ്ടോ, എത്ര ഡിഫറെൻറ്റ് കെമിക്കൽ എൻവയൺമെൻറ്റുള്ള പ്രോട്ടോൺസ് ഉണ്ടോ അത്രയും കെമിക്കൽ ഷിഫ്റ്റ് വാല്യൂ അല്ലെങ്കിൽ അത്രയും പീക്കുകൾ നമ്മുടെ NMR സ്പെക്ട്രയിൽ അല്ലെങ്കിൽ പ്രോട്ടോൺ NMR സ്പെക്ട്രയിൽ കിട്ടും. സോ ഇവിടെ നോക്കുവാണെങ്കിൽ നമുക്ക് ടോട്ടൽ 3 പീക്ക് കിട്ടണം. ഈ എത്തനോളിൻ്റെ NMR സ്പെക്ട്രയിൽ നമുക്ക് 3 പീക്കുകൾ കിട്ടണം. സോ നമുക്ക് 3 പീക്കുകളും കിട്ടിയിട്ടുണ്ടല്ലോ. സോ അതിൽ ഇവിടുത്തെ ഈ ഹൈഡ്രജൻ ഇല്ലേ, ഈ ഹൈഡ്രജൻ അതിന് തൊട്ടടുത്ത് കാർബൺ ഉണ്ടോ, ഇല്ലല്ലോ. സോ തൊട്ടടുത്തുള്ള കാർബണ് എത്രയാണോ ഉള്ളത് അതിൻ്റെ N+1 പീക്കുകൾ നമുക്ക് NMR സ്പെക്ട്രയിൽ കിട്ടും. N+1 എന്നുള്ള രീതിയിൽ പീക്ക് കിട്ടും. സോ ഇവിടെ തൊട്ടടുത്ത് എത്രയാണ്, 0 കാർബൺ ആണ്. സോ 0 കാർബൺ ആയതുകൊണ്ട് എന്താണ് 1 പീക്കായിരിക്കും നമുക്ക് കിട്ടുക. അതിനെന്താണ് സിംഗ്ലറ്റ് എന്ന് പറയും. ഓക്കെ. അതുപോലെ ഈ CH2 ഗ്രൂപ്പിൻ്റെ തൊട്ടടുത്ത ഏതാണ്, CH3 ഗ്രൂപ്പാണ്. സോ എന്താണ് CH3 എന്ന് പറയുമ്പോൾ 3 ഹൈഡ്രജൻ ആണുള്ളത്. സോ എന്താണ്
3+1 എന്നുള്ള രീതിയിൽ ക്വാർട്ടറ്റ് 4 പീക്കുകൾ ഉണ്ടായിരിക്കും. അതിനെന്താണ് നമ്മൾ ക്വാർട്ടറ്റ് പീക്ക് എന്ന് പറയും. സോ ക്വാർട്ടറ്റ് ആണ് നമ്മളെ CH3ക്ക് CH2ന് കറസ്പോണ്ടിങ് ആയിട്ട് കിട്ടുക. അതുപോലെ ഈ CH3യുടെ അടുത്ത് എന്താണ് 2 കാർബണല്ല ഹൈഡ്രജൻസ് ആണുള്ളത്. സോ എന്താണ് 2+1 ട്രിപ്ലറ്റ് ആയിട്ട് നമുക്ക് പീക്ക് കിട്ടും. സോ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂസ് ആണ് ഉണ്ടാവുക. സോ നമ്മുടെ എത്തനോളിൻ്റെ NMR സ്പെക്ട്രം ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. സോ നമുക്ക് ഇവിടെ എന്താണ് ഈ ഹൈഡ്രജന് കറസ്പോണ്ടിങ് ആയിട്ട് സിംഗ്ലറ്റ് പീക്കാണ് കിട്ടുക. സോ അതാണ് ഇത് OHലെ സിംഗ്ലറ്റ് പീക്കാണ്. അത് കുറച്ചും കൂടി കെമിക്കൽ ഷിഫ്റ്റ് കൂടിയ റേഞ്ചിലായിരിക്കും വരിക. അതെന്താണ് 5ൻ്റെ റേഞ്ചിലാണ് വരിക. അതുപോലെ തന്നെ CH2ന് 4 പീക്ക് ഉണ്ടായിരിക്കുമല്ലോ. തൊട്ടടുത്ത് 3 ഹൈഡ്രജൻ ഉണ്ട്, 3+1 4 ഷിഫ്റ്റ് ഉണ്ടായിരിക്കും. സോ നമുക്ക് എന്താണ് പറയുക, സ്പ്ലിറ്റിങ് എത്ര കിട്ടി, 4 എന്ന് കിട്ടി. ഇനി CH3യുടെ അടുത്ത് എന്താണ് 2 ഹൈഡ്രജൻ ആണുള്ളത്. സോ 2+1 എന്ന് പറഞ്ഞാൽ 3 പീക്കുകളായിരിക്കും ഇവിടെ ഉണ്ടാവുക. സോ അതാണ് ഇവിടുത്തെ കിട്ടിയിട്ടുള്ളത്. സോ ഇങ്ങനെയാണ് നമ്മളുടെ ഡാറ്റ അനലൈസ് ചെയ്യേണ്ടത്. സോ നമ്മളോട് ക്വസ്റ്റ്യനിൽ 2 ഐസോമറിൻ്റെ NMR സ്പെക്ട്ര അനലൈസ് ചെയ്യാണ് പറഞ്ഞിട്ടുള്ളത്. അതിൻ്റെ മോളിക്കുലർ ഫോമിൽ തന്നിട്ടുള്ളത് എങ്ങനെയാണ്, C2H6O ആണ്. സോ അതിൽ ഒന്ന് എത്തനോൾ ആണ്. സോ അതെങ്ങനെയാണ് വരിക, CH3 CH2OH ആണ്. സോ ഇത് ഈ ഒരു മോളിക്കുലർ ഫോമുല ഒബേ ചെയ്യുന്നതാണ്. അതുകൊണ്ട് ഒന്ന് എഥനോളാണ്. ഇനി അടുത്തത് എങ്ങനെയാണെന്ന് നോക്കാം. അടുത്തതിൽ നമുക്ക് ഡൈ മീഥൈൽ ഈതറിനെ നമുക്ക് അനലൈസ് ചെയ്യാം. അതായത് ഇങ്ങനെയാണ് വരിക, CH3 അല്ലേ. സോ ഇവിടെ എന്താണ് C2H6O ആണ്. സോ രണ്ടിൻ്റെയും മോളിക്കുലർ ഫോമുല സെയിം ആണ്. സോ ഈ മോളിക്യൂളിൽ എത്ര ഇക്വലൻറ്റ് പ്രോട്ടോൺസ് ഉണ്ട്. സോ ഇവിടെ കെമിക്കൽ എൻവയോൺമെൻറ്റ് സെയിം ആണോ, ഈ കെമിക്കൽ എൻവയോൺമെൻറ്റും ഈ കെമിക്കൽ എൻവയോൺമെൻറ്റും സെയിം അല്ലേ. ഇവിടെ ടോട്ടലി 6 ഇലക്ട്രോൺസ് ഉണ്ട്, 6 പ്രോട്ടോൺസ് ഉണ്ട്, അതായത് 6 ഹൈഡ്രജൻ ഗ്രൂപ്പ് ഉണ്ട്. സോ എല്ലാ ഹൈഡ്രജൻസും എന്താണ് ഒരേ കെമിക്കൽ എൻവയോൺമെൻറ്റിലായതുകൊണ്ട് എന്താണ് 6ഉം ഇക്വലൻറ്റ് പ്രോട്ടോൺസ് അല്ലേ. സോ ഇക്വലൻറ്റ് പ്രോട്ടോൺസ് എങ്ങനെ ഒരു സിഗ്നലേ തരുള്ളൂ. സോ ഇവിടെ നോക്കുവാണെങ്കിൽ ഇവിടെ ഒരു സിമെട്രി ഉണ്ട്. ഓക്കെ, സോ ആ സിമെട്രി ഉള്ളതുകൊണ്ട് എന്താണ് അവർ തമ്മിൽ കപ്ലിംഗ് നടക്കില്ല. സോ ഈ 6 സിഗ്നലും 6 ഹൈഡ്രജനും കൂടി ഒറ്റ സിഗ്നലേ തരുള്ളൂ. സോ എന്താണ് ഇത് സിംഗ്ലറ്റ് ആണ് വരിക. സോ നമ്മളെ ഡൈ മീഥൈൽ ഈതറിൽ 6 ഇക്വലൻ്റ് ആയിട്ടുള്ള പ്രോട്ടോൺസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ അതൊരു സിംഗിൾ പീക്കാണ് തരിക. അതായത് അവിടെ സിമെട്രി ഉണ്ട്, CH3 ഗ്രൂപ്പും ഇക്വലൻ്റ് ആണ്. അതുകൊണ്ട് 6 ഹൈഡ്രജൻസ് ഉണ്ടെങ്കിൽ കൂടി അതൊരു സിംഗിൾ പീക്കേ തരുള്ളൂ. സോ അതുകൊണ്ട് എന്താണ് അത് നമുക്ക് ഇങ്ങനെയാണ് ഒരു സിംഗ്ലറ്റ് ആയിട്ടുള്ള പീക്ക് മാത്രമേ തരുള്ളൂ. അവിടെ ഡിഫറൻ്റ് ആയിട്ടുള്ള പീക്കുകൾ ഉണ്ടായിരിക്കില്ല. സോ നമ്മൾ ഐസോമേഴ്സ് കമ്പയർ ചെയ്യുമ്പോൾ എത്തനോളിന് എന്താണ് 3 പീക്കുകളുണ്ട്. അതുപോലെ തന്നെ ഡൈ മീഥൈൽ ഈതറിന് സിംഗിൾ ആയിട്ടുള്ള ഒരു പീക്കേ ഉള്ളൂ. സോ നിങ്ങളുടെ ഈ സിലബസിൽ പറഞ്ഞിട്ടുള്ള എല്ലാ മോളിക്യൂൾസിൻ്റെയും NMR സ്പെക്ട്ര നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിരിക്കണം. അത് അങ്ങനെ തന്നെ ചോദിക്കാറുണ്ട്. സോ എങ്ങനെയാണ് റിഡ്യൂസ് ചെയ്യുന്നതും കൂടി നിങ്ങൾ മനസ്സിലാക്കണം. അവിടുത്തെ പീക്കിൻ്റെ മൾട്ടിപ്ലിസിറ്റി, അതുപോലെ എത്ര പീക്കുകൾ വരുന്നുള്ളതും എത്ര കപ്ലിങ് വരുന്നുള്ളതും നിങ്ങൾ ഓർത്തു വെക്കണം. ക്ലിയർ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ ഇതാണ്, ഡിഫൈൻ ഫിംഗർ പ്രിൻറ്റ് റീജിയൻ. സോ ഫിംഗർ പ്രിൻറ്റ് റീജിയൻ ഓഫ് IR സ്പെക്ട്രയാണ് നമ്മൾ ഡിഫൈൻ ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. സോ അതെന്താണ് 2 മാർക്കിന് വന്നിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. സോ എന്താണ് ഫിംഗർ പ്രിൻറ്റ് റീജിയൻ? നമ്മളുടെ റീജിയൻ എബോവ് 1500 എന്നുള്ളത് എന്താണ് നമ്മളുടെ ഫങ്ഷണൽ ഗ്രൂപ്പിൻ്റെ ബാൻഡാണ്. സോ അതിന് പുറമേ ഉള്ള ഒരു ബാൻഡിൻ്റെ ഏരിയ ഉണ്ട്. അതായത് 1500 to 650 ഉള്ള ആ ഒരു റീജിയനില്ലേ, അവിടെ ലാർജർ ആയിട്ടുള്ള ഒരുപാട് ഇൻഫർമേഷൻസ് നമുക്ക് ഫങ്ഷണൽ ഗ്രൂപ്പിൻ്റെ അല്ലെങ്കിൽ മോളിക്യൂളിൻ്റെ ബേസിൽ കിട്ടും. അവിടെ ഒരുപാട് ബെൻഡിങ് മോഡ്സ്, വൈബ്രേഷൻസ് ഉണ്ട്. അതുപോലത്തെ ഒരുപാട് വൈബ്രേഷൻസ് നമുക്ക് അവിടെ അവൈലബിൾ ആയിട്ട് കിട്ടും. സോ അങ്ങനെയുള്ള ആ റീജിയനെയാണ് നമ്മൾ ഫിംഗർ പ്രിൻറ്റ് റീജിയൻ എന്ന് പറയുന്നത്. സോ ഈ നമ്മളുടെ 1500 and 650 comprises a large number of bands due to stretching of CC bond, അതുപോലെ CN bond, CO bond in molecule and almost bending vibration. എല്ലാ സ്ട്രെച്ചിങ്ങും ബെൻഡിങ് വൈബ്രേഷൻസും അവിടെയാണ് നോർമലി കാണുന്നത്. ഈ കാർബൺ ബോണ്ടിൻ്റെയും കാർബൺ നൈട്രജൻ ബോണ്ടിൻ്റെയും അതുപോലെ കാർബൺ ഓക്സിജൻ ബോണ്ടിൻ്റെയും. സോ അത് ഒരു പെർട്ടിക്കുലർ മോളിക്യൂളിൻ്റെ കേസിൽ അവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റീജിയനാണ്. അവിടെയാണ് നോർമൽ നമ്മൾ റിച്ച് ആയിട്ടുള്ള ഒരുപാട് ഡാറ്റാസ് നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റുന്നത്. സോ ദിസ് ഏരിയ ഈസ് റിച്ച് ഇൻ യുണീക്ക് ഫ്രീക്വൻസീസ് ആൻഡ് ഗീവ് സ്പെക്ട്ര ദാറ്റ് ആർ ഫിംഗർ പ്രിൻറ്റ് ഫോർ ഈച്ച് മോളിക്യൂൾ. അതായത്
ഓരോ മോളിക്യൂളിൻ്റെ ഓരോ ബൈൻഡിങ് മോഡ്സ് വൈബ്രേഷൻസും സ്ട്രെച്ചിങ് മോഡ് വൈബ്രേഷൻസും നമ്മുടെ ആ മോളിക്യൂളിന് പെർട്ടിക്കുലർ ആയിട്ടുള്ള വൈബ്രേഷൻസ് ആണ്. സോ ആ വൈബ്രേഷൻസ് ഏരിയാസൊക്കെ ആ വൈബ്രേഷൻസിൻ്റെ ഇൻഫോർമേഷൻസ് ഒക്കെ നമുക്ക് കിട്ടുന്നത് എവിടെ നിന്നാണ്? നമ്മുടെ ഈ ഫിംഗർ പ്രിൻറ്റ് റീജിയൻസ് ആയിട്ടുള്ള 1500 to 650 റീജിയനിലാണ്. അതുകൊണ്ടാണ് ഈ റീജിയൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്നത്. നമ്മളുടെ ഫിംഗർ പ്രിൻറ്റ് പോലെ ഓരോ മോളിക്യൂളിനും യുണീക്ക് ആയിട്ടുള്ള ഏരിയ ആണത്. സോ അതുപോലെ നമ്മളുടെ ഫങ്ഷണൽ ഗ്രൂപ്പ് റീജിയനിലും നമുക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള പീക്കുകൾ കിട്ടും. പക്ഷേ അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പീക്കുകൾ കിട്ടുന്ന ഒരു റീജിയൻ തന്നെയാണ് നമ്മളെ ഫിംഗർ പ്രിൻറ്റ് റീജിയൻ. അതുകൊണ്ട് തന്നെയാണ് ഈ ഫിംഗർ പ്രിൻറ്റ് റീജിയൻ ഇത്രയും ഇമ്പോർട്ടൻ്റ് ആവുന്നത്. ഒരു മോളിക്യൂളിനെ സംബന്ധിച്ചിട്ടുള്ള എല്ലാ ബെൻഡിങ് ആൻഡ് സ്ട്രെച്ചിങ് മോഡ് വൈബ്രേഷൻസും നമുക്ക് കിട്ടുന്നത് ഈ 1500 to 650 എന്നുള്ള റേഞ്ചിലാണ്. അതുകൊണ്ടാണ് ഈ ഫിംഗർ പ്രിൻറ്റ് റീജിയൻ ഇത്ര ഇമ്പോർട്ടൻ്റ് ആവുന്നത് നമ്മുടെ IR സ്പെക്ട്രോസ്കോപ്പിയുടെ ബേസിൽ. ക്ലിയർ അല്ലേ? സോ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: കാൽക്കുലേറ്റ് ദ ഫോളോയിങ് ഫോർ ദ റേഡിയേഷൻ ഓഫ് വേവ് ലെങ്ത് 200 നാനോമീറ്റർ. വേവ് നമ്പർ കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഫ്രീക്വൻസി, എനർജി പെർ ഫോട്ടോൺ, എനർജി പെർ മോൾ ആണ് നമ്മളോട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. സോ നമ്മളുടെ ഇക്വേഷൻ ഇങ്ങനെയൊക്കെയാണ് വരുന്നത്. നമ്മുടെ എനർജിയുടെ ഇക്വേഷൻ എന്താണ്? ഈസ് ഈക്വൽ ടു hν ആണ്. ഓക്കെ, അതിൽ തന്നെ നമ്മൾ മോഡിഫൈ ചെയ്യുകയാണെങ്കിൽ എന്താണ്? hc/λ കിട്ടും. ഓക്കെ, സോ നമുക്ക് അറിയുന്ന വാല്യൂസ് എന്തൊക്കെയാണ്? ഇവിടത്തേൽ ലാംഡ എത്രയാണ് തന്നിട്ടുള്ളത്? 200 നാനോമീറ്റർ ആണ്. അതെന്താണ്? 200 × 10⁻⁻⁹ മീറ്റർ ആണ് വരുന്നത്. അതുപോലെ ഇവിടെ ഇനി ബാക്കിയുള്ള കോൺസ്റ്റൻറ്റ് വാല്യൂസ് ഒക്കെ ഉണ്ടല്ലോ. കോൺസ്റ്റൻറ്റ് വാല്യൂ h ഉണ്ട്, അതുപോലെ c ഉണ്ട് നമ്മുടെ ഇക്വേഷനിൽ ഇൻവോൾവ് ആവുന്നത്. സോ എന്താണ് c? എന്താണ്? 3 × 10⁸ മീറ്റർ ആണ്. അതുപോലെ തന്നെ എച്ചിൻ്റെ വാല്യൂ എന്താണ്? പ്ലാങ്ക് കോൺസ്റ്റൻ്റ് വാല്യൂ 6.626 × 10⁻34 ജൂൾ സെക്കൻഡ്സ് ആണ്. അതുപോലെ നമ്മളുടെ അവഗാഡ്രോ നമ്പർ, മോൾ എനർജി പെർ മോള് ചോദിച്ചിട്ടുണ്ട്. സോ എന്താണ്? അവഗാഡ്രോ നമ്പറും കൂടി നമുക്ക് ആവശ്യമുണ്ട്. സോ എന്താണ്? 6.022 × 10⁻23 മോൾ ഇൻവേഴ്സ് ആണ്. ഓക്കെ, സോ നമ്മളിവിടെ ആദ്യം വേവ് നമ്പറാണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. സോ വേവ് നമ്പർ കാൽക്കുലേറ്റ് എങ്ങനെയാണ്? വേവ് നമ്പർ ഇസ് ഈക്വൽ ടു 1/λ ആണ് ഇക്വേഷൻ വരുന്നത്. സോ ലാംഡയുടെ ഇക്വേഷൻ, ലാംഡയുടെ വാല്യൂ എന്താണ്? 1/200 × 10⁻⁹ മീറ്റർ ആണ്. സോ അത് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഫൈനൽ ആൻസർ ആയിട്ട് എന്ത് കിട്ടും? 5 × 10⁻⁶ മീറ്റർ ഇൻവേഴ്സ് എന്ന് കിട്ടും. സോ ഇതിനെ നിങ്ങൾ സെൻറ്റിമീറ്റർ ഇൻവേഴ്സിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ എങ്ങനെ കിട്ടും? 5 × 10⁻⁴ സെൻറ്റിമീറ്റർ ഇൻവേഴ്സ് എന്ന് കിട്ടും. അതായത് 1 മീറ്റർ ഇസ് ഈക്വൽ ടു എന്താണ്? 10⁻² സെൻറ്റിമീറ്റർ ആണ്. ഓക്കെ, സോ ഇനി നമ്മളോട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത് എന്താണ്? ഫ്രീക്വൻസിയാണ്. ഫ്രീക്വൻസിയുടെ ഇക്വേഷൻ എന്താണ്? c/λ ആണ്. സോ c/λയിൽ സിയുടെ ഇക്വേഷൻ എന്താണ്? 3 × 10⁸ മീറ്റർ പെർ സെക്കൻഡ് ആണ്. ലാംഡ എന്താണ്? നമ്മുടെ 200 × 10⁻⁹ മീറ്റർ ആണ്. സോ ഇവിടെ കട്ട് ചെയ്ത് പോലെ ഇവിടെ മീറ്റർ കട്ട് ചെയ്ത് പോകും. പിന്നെ വാല്യൂ എന്ത് വരും? നമ്മുടെ ഫൈനൽ വാല്യൂ ആയിട്ട് നമുക്ക് 1.5 × 10⁻15 സെക്കൻഡ് ഇൻവേഴ്സ് എന്ന് കിട്ടും. അത് തന്നെ നമുക്ക് 1.5 × 10⁻15 ഹെർട്സ് എന്ന് എഴുതാൻ പറ്റും. ഇവിടെ സെക്കൻഡ് ഇൻവേഴ്സും ഹെർട്സും സെയിം ആണ്. ക്ലിയർ അല്ലേ? സോ ഇനി നമ്മളോട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത് എനർജി പെർ ഫോട്ടോൺ ആണ്. സോ എനർജി പെർ ഫോട്ടോൺ നമ്മൾ hν ആണ് ഇക്വേഷൻ വരുന്നത്. സോ hνയിൽ എന്താണ്? 6.626 × 10⁻34 ജൂൾ സെക്കൻഡ് ഇൻറ്റു ഫ്രീക്വൻസി എത്രയാണ് കിട്ടിയിട്ടുള്ളത്? 1.5 × 10⁻15 സെക്കൻഡ് ഇൻവേഴ്സ് ആണ്. സോ ഇവിടെ സെക്കൻഡ് ഇൻവേഴ്സും കട്ട് ചെയ്ത് പോകും. സോ അവിടെ ബാക്കി എന്താണ്? ജൂൾസിൽ മാത്രമായിട്ട് ഉണ്ടാവും നമ്മുടെ വാല്യൂ. സോ ആ ജൂൾസിൽ ഈ വാല്യൂ എന്താണ്? ഇത് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുക 9.90 × 10⁻19 ജൂൾ എന്ന് കിട്ടും. ഓക്കെ, ഇനി നമ്മളോട് എനർജി പെർ മോൾ എന്നല്ലേ കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. സോ എനർജി പെർ മോളിന് ഇക്വേഷൻ വരുന്നത് ഇങ്ങനെയാണ്: എനർജി ഇൻറ്റു NA ആണ് നമ്മൾക്ക് കിട്ടുക. അതായത് എനർജി പെർ ഫോട്ടോൺ ഇൻറ്റു NA ചെയ്താൽ എനർജി പെർ മോൾ കിട്ടും. സോ ഇവിടുത്തെ എനർജി പെർ ഫോട്ടോൺ എത്രയാണ്? 9.90 × 10⁻19 ജൂളാണ്
എണ്ണയുടെ വാല്യൂ എന്താണ് 6.022 ഇൻറ്റു 10⁻23 മോൾ ഇൻവേഴ്സ് ആണ്. ഓക്കെ, സോ ഇത് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഫൈനലായിട്ട് എന്ത് കിട്ടും? 5.98 ഇൻറ്റു 10⁵ ജൂൾ പെർ മോൾ എന്ന് കിട്ടും. സോ അത് റൗണ്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ കിട്ടും? 598 കിലോ ജൂൾ പെർ മോൾ എന്നും കിട്ടും. സോ നമ്മളോട് ചോദിച്ചിരിക്കുന്ന വാല്യൂസ് ഏതൊക്കെയാണ്? എനർജി പെർ മോൾ കിട്ടിയിട്ടുണ്ട്, അതുപോലെ എനർജി പെർ ഫോട്ടോൺ, അതുപോലെ ഫ്രീക്വൻസി, അതുപോലെ വേവ് നമ്പർ. ഇത്രയാണ് നമ്മളോട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. സോ ഈ കാൽക്കുലേഷൻസ് സിമ്പിളാണ്, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അതുപോലെ ഈ വീഡിയോ കാർഡിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻസും ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.